എല്ലാ ദിവസവും പോലെ ഇന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിട്ട്. അപ്പം ഞാൻ ചോറ് വെക്കാതെ പോയി. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിശപ്പ്. എനിക്ക് ചോറ് വെച്ചിട്ടൊക്കെ കഴിക്കേണ്ട, അതുമല്ല അടുക്കളയിട്ട് കയറി കഴിഞ്ഞാൽ ചുട്ട് പോകും. അപ്പം ഞാൻ ഇന്നും ചൂണ റൈസ് മേടിച്ചിട്ട് വന്നു കേട്ടോ. ഇതെൻ്റെ ചൂണ റൈസാണ്. ഇതിൽ പപ്പടം ഉണ്ട്. നമുക്കൊന്ന് പൊളിച്ച് നോക്കാവേ. ചൂടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ പുറത്തേക്ക് തന്നെ വയ്ക്കുന്നത്. കഞ്ചി പപ്പടമാണ്. ഇവിടുത്തെ പപ്പടത്തിന് യാതൊരു ടേസ്റ്റും ഇല്ല, ഉള്ളത് പറയാമല്ലോ. നാട്ടിൽ പപ്പടമൊക്കെ തിന്നാൻ കൊതിയാവും. ഇങ്ങനത്തെ നാടുകളിൽ വന്നാലാണ് അറിയുള്ളൂ അതിൻ്റെ പ്രശ്നങ്ങൾ. നമുക്കപ്പോൾ അൺബോക്സ് ചെയ്ത് നോക്കാം. അമ്മ ഗുരുവായൂരപ്പ, ഞാൻ രണ്ടാമത് ഉണ്ടാക്കാൻ പറഞ്ഞതാണ്. മുട്ട ആദ്യം ബുൾസൈ അടിച്ച് തന്നു മുമ്പത്തെ പോലെ. ഇന്ന് ആ ചമ്മന്തി ഇട്ടിട്ടില്ല കേട്ടോ, മസ്മിറസ് എന്ന് പറയും അതിനകത്ത്, മീനും മുളകൊക്കെ കൂടി. അപ്പോൾ ഇതിനകത്ത് ടിൻ ട്യൂണയും ക്യാരറ്റും ക്യാബേജും സോയാ സോസ് പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സാധാരണ ഇടാറില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കഷ്ണം പപ്പടം ഇങ്ങനെ പൊടിക്കുക. പൊടിച്ചിങ്ങനെ വെച്ചിട്ട് ഒരു മുട്ട പൊരിച്ചാൽ എത്രയാണ് കിട്ടുള്ളൂ. പകുതി മുട്ട അടിച്ച് മാറ്റിയെന്ന് തോന്നുന്നു. മുട്ടിടൂ അല്ലേ. അപ്പോൾ വിശപ്പ് കാരണം കേട്ടോ. ടേസ്റ്റ് നല്ല സ്പൈസിയാണ്. അവിടെ ഒരു മലയാളിയല്ല, ബംഗാളി, പക്ഷേ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്തൊരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എരിവ് ഇഷ്ടമാണല്ലോ, നല്ലോണം എരിവ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ട്യൂണ പീസസ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാവേ. കണ്ടോ ട്യൂണ പീസസ് ടിന്നിലാണ് നമുക്ക് കിട്ടുക.